അവനെ അത്രയും ദൂരേക്ക് നിങ്ങൾ പറഞ്ഞയച്ചത്? വീനസ് സിറ്റി എന്തുമാത്രം ദൂരമുള്ളത്? എന്റെ മോൻ എങ്ങനെ അങ്ങോട്ട് പോകും? എനിക്ക് പേടിയാവും. ശിവയ്ക്കൊന്നും സംഭവിക്കില്ല മുത്തശ്ശി, നിങ്ങൾ വെറുതെ അങ്ങനെ വിഷമിക്കരുത്. ഹെലികോപ്റ്റർ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാം ചെന്ന് ശിവനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അവൻ എന്നെ തല്ലി, എന്റെ ആൾക്കാരെ മുഴുവനും തല്ലി. ഇനി അവനെ ആ വീനസ് സിറ്റിയിൽ കാലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അഭിമാനത്തിനെയാണ് അവൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് അവന്റെ സൈക്കിളും പണമും ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ ഞാൻ അവനെ ഒരിക്കലും വിടില്ല. എന്തൊക്കെ തന്നെ വന്നാലും ഈ ചിങ്കാരം ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവനാണ്. ഹലോ ചന്തു, ഒരു ചെറുക്കൻ സൈക്കിൾ ഓടിച്ച് സ്പീഡിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അവനെ വിടരുത്. എന്നെ സ്വീകരിക്കാനായിട്ട് ആ ഗുണ്ട ആൾക്കാരെ അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ വീനസ് സിറ്റിയിൽ എത്തിയിട്ടോ. മുത്തശ്ശ, ശിവ വീനസ് സിറ്റിയിൽ എത്തിയെന്ന്. നോക്കിക്കോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ശിവ അങ്ങോട്ട് എത്തിക്കോളും. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സുഖമില്ലാതെ പോലെ ഉണ്ടായി. എന്റെ നാട്ടിൽ വെച്ചിട്ട് എന്റെ മുത്തശ്ശിക്ക് ഇതുപോലെ സുഖമില്ലാതിരുന്നപ്പോ ഞാനാണ് മരുന്ന് മേടിക്കാൻ പോയത്. അതും 100 കിലോമീറ്റർ ദൂരെ പോണമായിരുന്നു. ഞാൻ എന്തുമാത്രം സ്പീഡിലാന്നറിയോ സൈക്കിൾ അങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഓടിച്ച് അങ്ങനെ. ഒന്ന് നേരത്തെ ബെടായി അടിക്കാരാ, എനിക്കറിയാം നീ എങ്ങനെയാണ് സൈക്കിൾ ഓടിച്ചെന്നുള്ള കാര്യം. എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നേ? പറപ്പിച്ചാണോ നീ വന്നത്? അതെ സർ, ഞാൻ വേദ സിറ്റിയിൽ നിന്നുമാണ് വരുന്നത്. എന്റെ സൈക്കിളും ഓടിച്ച്. എന്ത്? വേദ സിറ്റിന്നോ? അതും സൈക്കിൾ ഓടിച്ചോണ്ടോ? റോഡ് ജാമാണ്, റെയിൽവേ ജാമാണ്. അപ്പൊ പിന്നെ നീ എങ്ങനെ സൈക്കിൾ ഓടിച്ചോണ്ട് വന്നു? സർ, അതൊക്കെ വിശദമായി ഞാൻ പിന്നീട് പറയാം. ദയവേത് ആ ഇഞ്ചക്ഷനും മരുന്നും എനിക്കൊന്ന് തന്നാൽ മതിയായിരുന്നു. സന്ധ്യയ്ക്ക് മുൻപ് എനിക്ക് തീർച്ചയായും വീട്ടിൽ എത്തേണ്ടതാണ്. ക്ഷമിക്കണം, റെയിൽവേ എഞ്ചിന്റെ ഡ്രൈവറാണ്. അതായത് എഞ്ചിന്റെ ബ്രേക്ക് ഫെയിലായി അന്ന്. അതെ മോനെ, ഞാൻ തന്നെയാ. ശിവ തന്നെയല്ലേ നീ? ഹാ അങ്കിൾ. വളരെ നന്ദിയുണ്ട് ശിവ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. നിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും നിന്നെ കുറിച്ച് ന്യൂസിൽ ഒരുപാട് കണ്ടായിരുന്നു മോനെ. എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ അങ്കിൾ, എന്നാ ഞാൻ പോട്ടെ. എന്റെ മുത്തശ്ശി തീരെ സുഖയില്ലാതെ കിടക്കുവാ. ഈ മരുന്നും കൊണ്ട് ഞാൻ സൈക്കിളിലൂടെ വേദ സിറ്റിയിൽ എത്തേണ്ടതുണ്ട്. അതും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എത്തണം. എന്നാ എന്റെ കൂടെ വാ. ട്രാക്ക് ജാം ഇല്ലാത്ത സ്ഥലം വരെ ഞാൻ നിന്നെ ട്രെയിനിൽ കൊണ്ടാക്കാം. നിനക്കപ്പോ സമയം കുറെ ലാഭിക്കാലോ. വാ. ബോസ്, ആ ചെക്കൻ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷ കിട്ടില്ലല്ലോ. നീ എത്തിക്കോ, ഞാനും എത്തിക്കോളാം.
അല്ല ഇതെന്താ വീണ്ടും ഈ ശല്യം തുടങ്ങിയല്ലോ. ഞാനും വേണമെങ്കിൽ നിന്നെ സഹായിക്കാം ശിവ. അത് ഇങ്ങോട്ട് തന്നേക്ക്. ഇതും ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് മോനെ. ഇത് നീ പിടിച്ചോ. അങ്കിൾ ഞാൻ മുട്ടയും തക്കാളിയും ഒന്നും എറിയില്ല കേട്ടോ. ആണോ? ഇതിന് ഭേദം നീ എന്നെ ചീഞ്ഞ തക്കാളിയും മുട്ട എറിഞ്ഞാ മതിയായിരുന്നു. വൈകുന്നേരം ആവാറായി. ശിവയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ. അവൻ വന്നുകൊണ്ടേയിരിക്കുക, ഉടനെ എത്തും. അങ്കിൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ട്രാക്ക് മുഴുവൻ അവരെ അടച്ചിട്ടല്ലോ. നീ പേടിക്കണ്ട ശിവ, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ ഞാൻ എത്തിച്ചോളാം. അവനെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഈ ചിങ്കാരം ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ഐ ആം സോറി ശിവ, ഇനി ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. താങ്ക് യു സർ. കുഴപ്പമൊന്നുമില്ല. ഇനി എനിക്ക് പോവാലോ. അങ്കിളുടെ സഹായം കാരണം ഒരുപാട് സമയം ലാഭിച്ചു. ഇനി അത്രയധികം സമയമില്ല. വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ ശിവ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയരുത്. ഡോക്ടർ സർ, ദാ ഇഞ്ചക്ഷൻ. മോനെ ശിവ എവിടെയാ? ഞാനിവിടെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെയുണ്ട്.